എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രൗഢരായ ഇവരെ കാണുമ്പോൾ ഇവരെയൊക്കെയാണോ ഞാൻ ക്ലാസ്സിൽ പിച്ചയും തുള്ളിയും അടിച്ചുമൊക്കെ പഠിപ്പിച്ചത് എന്നെനിക്ക് തന്നെ സംശയം തോന്നുകയാണ്. സാറിന് പൊന്നാടിയിട്ട് സ്വീകരിക്കുന്നത് ശ്രീ സുഗു കെ പി. ടീച്ചറിന് സ്നേഹോപഹാരം നൽകുന്നത് പാർട്ടി ടി ഐ. ടീച്ചറിനെ പൊന്നാടി അണിയിക്കുന്നത് ശ്രീ ലളിത വി ജി. ഗുരുനാഥനാണ് ആദ്യാക്ഷരം. ഈ വിദ്യാലയത്തിൽ ആദ്യാക്ഷരം കുറിച്ച കുട്ടികളും അതുപോലെ അധ്യാപകരുമാണ് നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ഗുരുനാഥൻ. ഏതൊരു അച്ഛനും അമ്മയ്ക്കും മക്കൾ എത്ര വലുതായാലും എത്ര പ്രഗത്ഭനായാലും അവർ കുട്ടികൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇരിക്കുന്ന നമ്മുടെ അധ്യാപകർ. ഗുരുനാഥനും ആ കുട്ടിക്ക് എപ്പോഴും കുട്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞു പോയ 2021-22 കാലഘട്ടം നമുക്ക് വളരെ ക്ലേശം അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാമല്ലോ, നമ്മളും നമ്മുടെ രാഷ്ട്രവും വളരെ ക്ലേശം അനുഭവിച്ചൊരു കാലഘട്ടമാണ് കടന്നുപോയത്. ഞാൻ ഈ സദസ്സിൻ്റെ സന്തോഷത്തിന് ഒന്ന് പറയുകയാണ്. അധ്യാപകർ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ അധ്യാപകരെ സംബന്ധിച്ചാണ് പറയുന്നത്. ടീച്ചറിന് സ്നേഹോപഹാരം നൽകുന്നത് ശ്രീ ഉഷ സുരേഷ്. ടീച്ചറിനെ പൊന്നാടി അണിയിക്കുന്നത് ശ്രീ ബൈജു എണ്ണി. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ടീച്ചറെ ക്ഷണിക്കാം. ഇതിനും വേദിയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്തുള്ള സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും ഒക്കെ റീയൂണിയൻ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്നാണ് ആർക്കും തോന്നാത്തത് എന്ന്. പക്ഷേ വൈകിയ വേളയിലാണെങ്കിലും ഇങ്ങനെയൊരു റീയൂണിയന് സംഘടിപ്പിക്കാൻ തയ്യാറായ ഇതിൻ്റെ എല്ലാ സംഘാടകരോടും ഞാൻ എൻ്റെ അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ശബ്ദം പോയിരിക്കുകയാണ്, അധികം സംസാരിക്കില്ല. എന്നാലും ഗുരുദേവൻ്റെ നാമത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ സ്കൂള് ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് വളരെ പരിതാപകരമായ സ്റ്റേജിലായിരുന്നു അത്. അപ്പോഴും വളരെ വിഷമത്തോടുകൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ല ഒരിക്കലും ഇതിന് ഒരു ബുദ്ധിമുട്ട് വരില്ല. ഗുരുദേവൻ്റെ നാമത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനം നാൾക്ക് നാൾ ഉയരുകയേ ഉള്ളൂ, ഒരിക്കലും അത് താഴേക്ക് പോവില്ല എന്നൊരു ധൈര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിപ്പോൾ നടപ്പിലായിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് വന്ന് കയറുമ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങുകൾ, അതുപോലെ വാഹനങ്ങൾ, നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ എല്ലായിടത്തും വാഹനങ്ങളുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ടുപോകാൻ എല്ലാ സ്കൂളുകളിലും. പക്ഷെ നമുക്ക് മാത്രമായിരുന്നു അന്ന് വാഹനങ്ങളില്ലാതിരുന്നത്. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സിരുന്ന് പറഞ്ഞിട്ടുണ്ട്, അടുത്ത സ്കൂളുകളിലെ വാഹനങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെ കുട്ടികളെയും കൊണ്ട് പോകുന്നു, നമുക്കെന്താ ഇനിയും വാഹനങ്ങൾ ഉണ്ടാകാത്തത്. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല, എല്ലാം സാധിക്കും. ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക. ഇതാണ് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2024 ആദ്യത്തെ മാസമാണ്. വൈകിയ വേളയിലാണെങ്കിലും എല്ലാവർക്കും ഞാൻ പുതുവത്സരാശംസകൾ നേരുകയാണ്. എല്ലാവരും എല്ലാവിധ നന്മകളും കറന്നുകൊണ്ട് നിർത്തുന്നു.
താങ്ക് യു ടീച്ചർ. സാറിന് സ്നേഹോപഹാരം നൽകുന്നത് ശ്രീ വത്സല. ബഹുമാനപ്പെട്ട അധ്യക്ഷനും വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രൗഢരായ ഇവരെ കാണുമ്പോൾ ഇവരെയൊക്കെയാണോ ഞാൻ ക്ലാസ്സിൽ പിച്ചയും തുള്ളിയും അടിച്ചുമൊക്കെ പഠിപ്പിച്ചത് എന്നെനിക്ക് തന്നെ സംശയം തോന്നുകയാണ്. എനിക്ക് കുറ്റബോധമാണോ അഭിമാനമാണോ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. അതല്ല, അഭിമാനം തന്നെയാണ്. എന്നാലും എനിക്ക് അടിക്കുന്നതുകൊണ്ടോ പിച്ചുന്നതുകൊണ്ടോ പ്രത്യേക സുഖമൊന്നും കിട്ടിയിട്ടല്ല ചെയ്തിരുന്നത്. പിന്നെ ഈ സ്ഥാപനം, ഈ മഹത് വ്യക്തികളുടെ പേരിലുള്ള സ്ഥാപനം ഒരിക്കലും പുറകോട്ട് പോവില്ല, അല്ലെങ്കിൽ പിന്നോട്ട് പോവില്ല എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വളരെ സത്യമാണ് എന്ന് ഈ സ്കൂൾ കണ്ടറിയാം. അന്ന് ഈ സ്കൂളും പരിസരങ്ങളും ഈ ക്ഷേത്രവും ക്ഷേത്രാങ്കണങ്ങളും ഒക്കെ വളരെ പരിമിതമായ അവസ്ഥയിലായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ വളരെ 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 ഉയർന്നു വന്നിരിക്കുന്നു. ഇനിയും ഉയരും, സംശയമില്ല. അപ്പോൾ എല്ലാ തരത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഈ ഇത്രയും അധികം കുട്ടികളെന്ന് തന്നെ ഞാൻ പറയുന്നു, കുട്ടികളെ ഒന്നിച്ച് കാണാൻ സാധിച്ചു എന്നുള്ളത് അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു നല്ല അവസരമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ പല കോടതികളിലൊക്കെ ധാരാളം കയറി ഇറങ്ങിയതിന് ശേഷം, പക്ഷെ അവിടെ ഒന്നും ഇതുപോലുള്ള മനസ്സിനെ തൃപ്തി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. സിദ്ധനൂരുമൊക്കെ ആത്മധൈര്യമില്ല എന്ന് പറഞ്ഞ് എന്നെപ്പറ്റിയാണെന്ന് സംശയമുണ്ട്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് ചെയ്തിട്ട് അതിൻ്റെതായ പരിമിതികളും ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇതുപോലൊരു നല്ല യോഗം സംഘടിപ്പിക്കാൻ സാധിച്ച അനീഷ്, നാസർ, റീസ്, അങ്ങനെയുള്ളവരെല്ലാം വളരെ നല്ല ഒരു പ്രോജക്റ്റാണ് ഏറ്റെടുത്തതും ഭംഗിയായി വിജയകരമായി നടത്തിച്ചതും. അവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ.